ഹൃദയാഘാതം വന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ മരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരും സ്ത്രീകളും അതിൽ ഉൾപ്പെടുന്നുമുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ്. നമ്മുടെ ഹൃദയാഘാത മരണനിരക്ക് എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അത് പുരുഷന്മാരിൽ 36ഉം സ്ത്രീകളിൽ 46ഉമാണ്. 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേര് മരിക്കുമ്പോൾ അതിൽ 36 പേര് പുരുഷന്മാരാണ്. അതും സ്ത്രീകളിലാണെങ്കിൽ അത് അതിലും കൂടുതലാണ് താനും. ഈ ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ഹൃദയാഘാതം വരുന്നത് മിക്കവർക്കും അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ വിരാമം വരെ ഹൃദയാഘാതം വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിൽ ഈസ്ട്രജൻ എന്ന ഹോർമോൺ ഒരു പ്രൊട്ടക്ഷൻ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആർത്തവ വിരാമത്തോടു കൂടി ആ പ്രൊട്ടക്ഷൻ ഇല്ലാതാകുന്നു. അവർക്ക് ഹൃദയാഘാതം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഉണ്ടാകുന്നുമുണ്ട്. ചെറുപ്പക്കാരിലാണെങ്കിൽ പലരും ഇന്ന് പുകവലിക്കുന്നുണ്ട്, പലരും അൺഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്, പലരും വ്യായാമം ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ചെറുപ്പക്കാരിൽ ഈ ഹൃദയാഘാതം കൂടുതലായിട്ട് ഉണ്ടാകാൻ കാരണം. അപ്പൊ ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹൃദയാഘാതം വരാതെ നോക്കാൻ പറ്റും. അതായത് ആഹാരത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതായത് ഹാർട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും വ്യായാമത്തിന് വേണ്ടി കുറച്ച് സമയം നീക്കി വെക്കുക, പുകവലി ഉപേക്ഷിക്കുക, സ്ട്രെസ് കുറയ്ക്കുക, പ്രമേഹം ഉണ്ടെങ്കിൽ അതിനെ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുക, BP ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തുക, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഹൃദയാഘാതം വരാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും.